சொல்ற கதையெல்லாம் நல்லா தான் but the great Indian tour is over. Just come back. കേട്ടോളം അല്പം കുഴപ്പം പിടിച്ച കേസാണ്. നാടോടികൾ പോലെ ഇക്കണ്ട വഴിയൊക്കെ നടന്നത് അവരെ പിടിക്കാൻ അവരെ വിട്ടിട്ട് വരാൻ ഞങ്ങൾക്ക് മനസ്സില്ല. രക്ഷപ്പെടാനുള്ള തത്രപ്പെടൽ അവർ പല വഴികളും നമ്മുടെ മുന്നിൽ വരച്ചു. പക്ഷെ നമുക്ക് പോകേണ്ട വഴി തീരുമാനിക്കുന്നത് നമ്മളാണ്. ഞാൻ നിങ്ങളുടെ എപ്പോഴും പറയാം, നമ്മുടെ ഈ വണ്ടിയും പോലീസും നമുക്ക് മിടുക്കന്മാരാകുമ്പോൾ നമ്മൾ മിടുമിടുക്കന്മാരാണ്. എല്ലാവരും പിടിക്കാൻ പറ്റും. സ്വന്തം ഉമ്മയെ എന്നെ വെച്ച് വെച്ചാൽ പെൺകുട്ടി മൊത്തമാക്കാം. പക്ഷെ ഞങ്ങൾ മനുഷ്യർ മാത്രമല്ല പോലീസുകാരുടെ. ഹലോ, ശരി. അപ്പോൾ ഇന്ന് നമ്മൾ കണ്ട കണ്ണൂർ സ്ക്വാഡ് എന്ന മമ്മൂക്കായുടെ പടത്തിൻ്റെ അഭിപ്രായം എന്താണെന്ന് നോക്കാം. അല്ലേ, നമ്മൾ മമ്മൂക്കയുടെ കുറേ പടങ്ങൾ കണ്ടിരുന്നു. പടത്ത് എല്ലാം ഒന്നിനൊന്ന് മെച്ചമായ പടങ്ങളായിരുന്നു. അല്ല, മമ്മൂട്ടിയുടെ ഇത് ഇൻവെസ്റ്റിഗേഷൻ മൂവിയാണല്ലോ കണ്ണൂർ സ്ക്വാഡ്. അപ്പൊ കഴിഞ്ഞ മൂവിനെക്കാട്ടിയും ഇൻവെസ്റ്റിഗേഷൻ മൂവിനെക്കാട്ടിയും വ്യത്യസ്തമായിട്ടുള്ളൊരു കഥ അതാ എനിക്ക് തോന്നിയത്. കുറച്ചും കൂടി റിയൽ ആയിട്ടുള്ള കഥ. പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ മൂവിയിൽ ഇപ്പം നമ്മുടെ കണ്ടേക്കണ CBI ഡയറി ഗ്രൂപ്പ് ആ ഒരു രീതിയിലുള്ള മൂവിയിലൊക്കെ കുറച്ചും കൂടി ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറിന്റെ ഒരു വലിയൊരു പുഷപ്പും കാര്യങ്ങളും ഗെറ്റപ്പൊക്കെ ആയിട്ട് വന്ന മൂവിയാണ് മമ്മൂട്ടിയുടെ. ഇതിനകത്ത് എന്ന് വെച്ചാൽ സാധാരണ ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ഉദ്യോഗസ്ഥൻ എന്നാ ഭയങ്കര ബോൾഡായിട്ടുള്ള ഒരു ആള്. ആ രീതിയിൽ ആ ഒരു കഥ മുന്നോട്ട് പോകുന്നത് ഒരു റിയലിസ്റ്റിക് ആയിട്ട് ശരിക്കും എവിടെയോ നടന്ന കഥയിൽ നിന്ന് മനസ്സിലാവുന്ന വിധത്തിലുള്ള ഒരു കഥ. വളരെ പക്വത, പാവം തോന്നണ പോലീസ് ഉദ്യോഗസ്ഥൻ, ഒരു ഇൻവെസ്റ്റിഗേഷൻ അങ്ങനത്തെ ഒരു റോളാണ് മമ്മൂട്ടി ചെയ്തിരിക്കുന്നത്. കൂടെ അഭിനയിച്ചവരും നന്നായിട്ടുണ്ട്. എല്ലാവരും അസീസ് ആയാലും ശരി, റോണി ആയാലും ശരി, ശബരീഷ് ആയാലും ശരി, എല്ലാവരും ഒരു ശരിക്കും ഒരു സാധാ മനുഷ്യനെ പോലെ അഭിനയിച്ചിട്ടുണ്ട്. ആ ടീം വർക്ക് കൊള്ളാവരുടെ മമ്മൂട്ടിയുടെ കൂടെയുള്ള ടീം വർക്ക് നല്ലതാണ്. എനിക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നിയത് ആ ടീമില് ആ ഒരു എന്താ വെച്ചാൽ പുള്ളി ഇത്തിരി കോമഡി റോളിൽ എടുക്കുന്ന ആളായോണ്ട് 2 റോള് നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇത്തിരി കോമഡിയും വരുന്നുണ്ട്, എടുക്കാൻ പറ്റും, പിന്നെ സീരിയസ് റോളും എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ ആ ഒരു ടീം വർക്ക് നന്നായിട്ടുണ്ട്. സാറിന് അങ്ങനെയാണ് ഈ കോമഡി കൂടുതൽ എടുക്കുന്ന ആൾക്കാർ സീരിയസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ വളരെ നന്നാവാറുണ്ട്. നമ്മൾ കണ്ടിട്ടുണ്ട് സൂരജ് എടുക്കുന്നത്, ഇന്ദ്രൻസ് എടുക്കുന്നതല്ലാതെ നന്നായിട്ടുണ്ട്. ആ ഒരു ടീം വർക്ക് നന്നായിട്ടുണ്ട്. നല്ലൊരു മൂവി കണ്ടിരിക്കാവുന്ന നമുക്ക് റിയലിസ്റ്റിക് ആയിട്ടുള്ള മൂവി. ഇവിടെ റിയൽ ആയിട്ട് നടന്നേക്കുന്ന ഒരു കഥ പോലത്തെ ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി. പിന്നെ മമ്മൂക്കയെ പറ്റി പറയുകയാണെങ്കിൽ നമ്മള് മമ്മൂക്കയെ ഒരു പ്രാവശ്യം ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. മമ്മൂക്കയെ നേരിട്ട് കാണാനോ മമ്മൂട്ടിയുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനോ വർത്താനം പറയാനൊക്കെ ഒരു അവസരം കിട്ടി. അപ്പൊ ഒരു സെലിബ്രിറ്റി എന്നല്ല, ഒരു സാധാരണ ഒരു വലിയൊരു വളരെ സിമ്പിൾ ആയിട്ടൊരാളെ അങ്ങനെ തോന്നിയേക്കുന്നു. അപ്പൊ ആ ഒരു അറ്റാച്ച്മെന്റും ഉണ്ട് മമ്മൂക്കയോട്. വളരെ ഇഷ്ടപ്പെട്ടു. നല്ല മൂവി. ഞാൻ വിചാരിച്ചത് കണ്ടപ്പോഴേക്കും കണ്ണൂർ സ്ക്വാഡ് എന്നൊക്കെ പറഞ്ഞ സാധാരണ പഴയ ആ സമയത്തുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ മൂവിയൊക്കെ ഉണ്ടല്ലോ, അതേ മോഡലായിരിക്കും ഓർത്ത്. ഇത് അങ്ങനെയൊന്നുമല്ല, നല്ലൊരു കഥ, എവിടെയോ നടന്ന പോലത്തെ ഒരു കഥ. പിന്നെ ടീം വർക്ക് നന്നായിട്ടുണ്ട്. അവരുടെ ബുദ്ധിമുട്ടുകളും ആ ലെവലിലുള്ളവരുടെ ബുദ്ധിമുട്ടുകളൊക്കെയാണ് ശരിക്കും ഹൈലൈറ്റ് കാണിക്കുന്നത്. സാധാരണ ഒരു ഇൻവെസ്റ്റിഗേഷൻ മൂവിയിൽ എന്ന് പറഞ്ഞാല് അതിന്റെ പോളിഷ്ഡ് സൈഡ് മാത്രമേ കാണിക്കാറുള്ളൂ. അവര് ആ ഓഫീസറുകളുടെ ബുദ്ധിമുട്ടും ആ സ്റ്റാഫിന്റെ ബുദ്ധിമുട്ടും അവരുടെ ഫിനാൻഷ്യൽ ആയാലും പേഴ്സണൽ ആയാലും അതൊക്കെയാണ് ഇതിന്റെ അകത്ത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത്. അത് വളരെ സങ്കടകരമാണ്, പക്ഷെ വളരെ നന്നായിട്ടുണ്ട്. ഒരു നല്ലൊരു മൂവി. അവരുടെ ബുദ്ധിമുട്ടുകളെല്ലാം ഒരു ഇൻവെസ്റ്റിഗേഷനില് ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുകൾ വന്നത്, അതിന്റെ ഉള്ളിൽ വെച്ച് അവര് അത് മേക്ക് ഓവർ ചെയ്ത കേസ് തെളിയിക്കണത്, അതൊക്കെ അതിനകത്ത് ശരിക്കും കാണിച്ചിട്ടുണ്ട്. പിന്നെ ലാസ്റ്റത്തെ എടുത്ത് പറയേണ്ട ഒന്ന്, ലാസ്റ്റത്തെ ഒരു ഫൈറ്റ് സീൻ ഉണ്ട് ആ വില്ലേജിൽ കിടന്നുള്ള. അത് അടിപൊളിയായിട്ടുണ്ട് ആ ഫൈറ്റ് സീൻ ഇല്ലേ. മൂവി തീരാറാവുമ്പോഴേക്കും
ആ നോർത്ത് ഇന്ത്യയിലെ ഒരു സ്ത്രീ വന്നൊരു തോക്കുമായിട്ട് വരുന്നതും അതൊക്കെ നന്നായിട്ടുണ്ട്. വില്ലേജിലുള്ള അതെനിക്ക് നല്ല ഇഷ്ടമായി. ആക്ടേഴ്സിന്റെ ഒക്കെ കാസ്റ്റിംഗ് വളരെ നന്നായിട്ടുണ്ട്. വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ എടുത്തിട്ടുണ്ട്. അവര് സിമ്പിൾ ആയിട്ട് നന്നായിട്ട് അഭിനയിക്കുന്ന ആൾക്കാര്. അത് പറയാതെ പറ്റില്ല. കാസ്റ്റിംഗ് നല്ലതാണ്. മൂവി നന്നായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. സ്റ്റോറി നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. അടുത്ത കാലത്ത് കണ്ട ഒരു നല്ല മൂവികളിൽ ഒന്ന് എല്ലാവർക്കും ഇഷ്ടമാവും. നല്ലൊരു മൂവി, ഒരു ഐ ഓപ്പണർ. ശരി, വേറെ എന്തെങ്കിലും പറയാറുണ്ടോ? വേറെ പിന്നെ എന്താ ഇതിനകത്ത് ഉള്ളത്? ലേഡി സൂപ്പർ സ്റ്റാർ ഒന്നും ഇല്ല ഇതിനകത്ത്. മുഴുവൻ ഇൻവെസ്റ്റിഗേഷൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ മാത്രമേ ഉള്ളൂ. ശരി, എന്നാ ഇനി അടുത്ത മൂവി വരെ. താങ്ക് യു.